നമസ്കാരം. 79-ാം വയസ്സിൽ കവിയൂർ പൊന്നമ്മ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ ബാക്കിയാകുന്നത് സഹപ്രവർത്തകർക്ക് നൽകിയ ഓർമ്മകൾ കൂടിയാണ്. കൂടെ അഭിനയിച്ച മിക്കവർക്കും പ്രിയങ്കരി തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ. ഓൺ സ്ക്രീനിലെ അമ്മ പലപ്പോഴും ഓഫ് സ്ക്രീനിലും സ്നേഹമതിയായ അമ്മ തന്നെയായിരുന്നു പല നടന്മാർക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതലുള്ള സിനിമാ ലോകം കണ്ട കവിയൂർ പൊന്നമ്മയ്ക്ക് കരിയറിൽ അനുഭവങ്ങൾ ഏറെയാണ്. സിനിമാ ലോകത്ത് വാണവരെയും വീണവരെയും കവിയൂർ പൊന്നമ്മ കണ്ടു. ഓരോ കാലഘട്ടത്തിലെയും സൂപ്പർ താരങ്ങൾക്കൊപ്പം കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട്. നായികമാരിൽ പലർക്കും നടി ഉപദേശവും നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ശോഭനയെ കുറിച്ച് കവിയൂർ പൊന്നമ്മ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. കവിയൂർ പൊന്നമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ചെറിയ പ്രായത്തിൽ സിനിമയിലേക്ക് വന്ന ശോഭനയ്ക്ക് അന്ന് എങ്ങനെ സെറ്റിൽ പെരുമാറണമെന്ന് അറിയില്ലായിരുന്നു. 10-12 വയസ്സിലാണ് ബാലചന്ദ്ര മേനോന്റെ സിനിമയിൽ അഭിനയിക്കുന്നത്. പിന്നെ വന്നത് കാണാമറയത്ത് എന്ന സിനിമയിലാണ്. സിനിമാക്കാരുടെ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ഇവൾക്ക് അതൊന്നും അറിയില്ല. ആരോട് എങ്ങനെ പെരുമാറണം എന്നറിയില്ല. ഡയറക്ടറോടും വലിയ ആർട്ടിസ്റ്റിനോടും എങ്ങനെ പെരുമാറണം എന്നൊന്നും അറിയില്ല. ആദ്യ ദിവസം കോസ്റ്റ്യൂമർ ഡ്രസ് തയ്ച്ചു കൊടുത്തു. ഇത് ധരിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് ഇട്ടിട്ട് എന്തോ ഭയങ്കര പ്രശ്നമായിരുന്നു. ഡ്രസ്സ് കോസ്റ്റ്യൂമറുടെ മുഖത്തേക്ക് എറിഞ്ഞ് എന്നയ്യാ തയ്ച്ചു വെച്ചിരിക്കേ നീ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. മോളെ ഇങ്ങനെയൊന്നും ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞു. സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതിയെന്നും ഉപദേശിച്ചു. എന്നെ വലിയ ഇഷ്ടമാണ്, അതുപോലെ എനിക്കും. എന്റെ കൊച്ചുമകൾ നന്നായി ഡാൻസ് ചെയ്യും. അവൾ ഡാൻസ് ചെയ്യുമ്പോൾ തനിക്ക് ശോഭനയാണ് ഓർമ്മ വരിക എന്നും കവിയൂർ പൊന്നമ്മ അന്ന് പറഞ്ഞിരുന്നു. എപ്പോഴും കാണുന്നും വിളിക്കുന്നുമില്ല എങ്കിലും മാനസിക ബന്ധം തീർച്ചയായും ഉണ്ട് എന്ന് കവിയൂർ പൊന്നമ്മ അന്ന് പറഞ്ഞിരുന്നു. സഹപ്രവർത്തകരായ നിരവധി പേർ കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. കവിയൂർ പൊന്നമ്മയുടെ മരണത്തോടെ മലയാള സിനിമയിലെ അമ്മ നടിമാരുടെ ഒരു കാലഘട്ടം തന്നെ അവസാനിച്ചെന്ന് നടി ഉർവശി പറഞ്ഞു. വലിയ ആത്മബന്ധമുള്ള നടിയായിരുന്നുവെന്നും ഉർവശി ഓർത്തു. എപ്പോഴും വന്നു പോയിരുന്ന സംസാരിച്ചിരുന്ന ഒരാളാണ് പൊന്നു ആന്റി. കുടുംബകാര്യങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്നു. സഹോദരൻ ആശുപത്രിയിലായ സമയത്ത് ആശുപത്രിയിൽ നിന്നിരുന്നത് പൊന്നു ആന്റിയാണെന്നും ഉർവശി ഓർത്തു. അവസാന നാളുകളിൽ കവിയൂർ പൊന്നമ്മയെ നേരിൽ പോയി കാണാൻ പറ്റാത്തതിന്റെ വിഷമം നവ്യ നായരും പങ്കുവച്ചിരുന്നു. എന്ത് തിരക്കിന്റെ പേരിലായാലും അത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. എന്റെ മുന്നിൽ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നത് പോലെ ഒരുക്കാൻ ഇരുന്നു തന്നതും എന്റെ മുടി കോതി പിന്നി തന്നതും ഒരുമിച്ചുറങ്ങിയതും എല്ലാം മായാത്ത ഓർമ്മകളാണെന്നും നവ്യ നായർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരങ്ങളെല്ലാം കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.